എന്തോ തരുമെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? നോക്കൂ, നിങ്ങളുടെ അവകാശം എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. തമാശ പറയല്ലേ സോഫി? തമാശയല്ല, സത്യം. ഈ ഒരു വിശേഷ ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. അതിനെന്താ? ഇനി എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സോഫി, എന്താ ആലോചിക്കുന്നത്? എന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഒറ്റയ്ക്കായിട്ട് പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനെന്താ സംശയിക്കുന്നേ? ശേഷാദ്രിയുടെ അടുത്ത് ധാരാളം സ്വത്തുണ്ടല്ലോ. അയാള് ജീവനോടിരിക്കുമ്പോൾ എനിക്ക് നിന്നെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? ആ തടസ്സം നമ്മൾ ഒഴിവാക്കിയാൽ? സോഫി, അതെ, ശേഷാദ്രി ഇന്ന് കോൺഫറൻസിന് വേണ്ടി നന്ദി ഗസ്റ്റ് ഹൗസ് വരെ പോകുന്നുണ്ട്. കൂടെ ആരും ഉണ്ടാവില്ല. അവിടെ വെച്ച് നിങ്ങൾക്ക് അവന്റെ കഥ കഴിക്കാം. നിങ്ങളത് ചെയ്യുന്നു. എന്ത് ചെയ്യാനാ സോഫി? ഞാൻ എത്ര ശ്രമിച്ചു നോക്കിയെന്നറിയോ, പക്ഷേ കോൺഫറൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ കോൺഫറൻസ് ആണത്. അപ്പൊ ഞാൻ എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ലല്ലേ? നീ ഒറ്റയ്ക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നീയും കൂടെ വാ. നിന്റെ ഒപ്പം അജയും ഉണ്ടാവും. എന്തു പറയുന്നു? ആ,
അജയ്, നടന്ന് നടന്ന് നമ്മൾ ഒരുപാട് ദൂരം വന്നു അല്ലേ? സോഫി അവിടെ ഒറ്റയ്ക്കാണ്. അത് ഞാൻ പറഞ്ഞില്ലേ സർ, ഇവിടെ വളരെ അടുത്താണ്. അജയ്, ഇതിനു മുമ്പ് ഇവിടെ നീ വന്നിട്ടുണ്ടോ? ഉണ്ട് സർ. പിന്നൊരു കാര്യം, ഈ സ്ഥലത്തെ പറ്റി വിചിത്രമായൊരു കഥയുണ്ട് സർ. പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗന്ധർവ രാജകുമാരനും ഒരു ഗന്ധർവ രാജകുമാരിയും ഇന്ദ്രൻ്റെ ശാപം കൊണ്ട് ശിലകളായി മാറിയെന്ന് ഒരു പുരാണ കഥയുണ്ട് സർ. ഓഹോ, വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ കാര്യങ്ങളെപ്പറ്റി ഈ നാട്ടിലുള്ളവർ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന അവർക്ക് ജീവിതത്തിൽ ഒരുമിക്കാനായില്ല. എന്നിട്ടെന്തായി? അവർ ശിലയായിപ്പോയത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ശിലയ്ക്ക് മറ്റേ ശിലയോട് അമിതമായ സ്നേഹം കൊണ്ട് അത് സ്വയം മണ്ണായി മാറി. അത് കണ്ട ഇന്ദ്രൻ അവർക്ക് ശാപമോക്ഷം നൽകി മനുഷ്യരാക്കി മാറ്റുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. ഈ കഥ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നുന്നു. ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ട്, അതായത് ഞാനും സോഫിയയും ഇന്ദ്രന്റെ ശാപം കൊണ്ട് ശിലയായി പോയാൽ അടുത്തടുത്ത് വരാൻ പോലും പറ്റാതെ ഇഷ്ടപ്പെടുന്ന രണ്ട് ശിലകൾ. നന്നായിരിക്കുന്നു, നല്ല കഥ തന്നെ, ഗംഭീരം. സർ, ഇതാണ് ആ സ്ഥലം. താഴെ പോയി കണ്ടോളൂ. നീ എങ്ങോട്ടാ പോകുന്നത്? സർ, എനിക്ക് അർജൻറ്റായിട്ട്. ഓക്കെ ഓക്കെ, അത് അർജൻറ്റുള്ള കാര്യം തന്നെയാണ്. അവരവരുടെ പ്രശ്നം അവരവർക്ക് വലുത്. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും നോക്ക് സാർ, അവിടെ തന്നെ ഉണ്ട്. ശരിക്കും നോക്ക്. ഇവിടെ ഒന്നും കാണാനില്ല. ശരിക്കും കുനിഞ്ഞു നോക്ക് സാർ. ആ ശരി, നോക്കട്ടെ. എന്താണോ ഒന്നും കാണാൻ പറ്റുന്നില്ല. നീ പറഞ്ഞ ശിലയൊന്നും ഇവിടെ കാണാനില്ല. ശരിക്കും നോക്ക് സാർ, ശരിക്കും നോക്ക്. ആ, അകത്തേക്ക് കയറി നോക്ക് സാർ. ആ കേറി നോക്കട്ടെ. ശില കണ്ടോ സാർ? ഇല്ല. കാണുന്നുണ്ടോ? ഇല്ല ഇല്ല, നോക്കട്ടെ. ശരിക്കും നോക്ക് സാർ. ആ, അകത്തേക്ക് കയറി നോക്ക് സാർ. ആ, ശരിക്കും നോക്ക് സാർ. ഒന്നും കാണാനില്ലല്ലോ ഇവിടെ. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഒന്നും കാണാനില്ലല്ലോ. എന്താ അവിടെ ഉള്ളത്? ചിലപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും. അജയ്, നീ പറഞ്ഞ മാതിരി അവിടെ ഒരു ശിലകളും ഞാൻ കണ്ടില്ല. ഞാൻ ഉദ്ദേശിച്ച നടന്നില്ല. ഇല്ല, വഴി തെറ്റിപ്പോയി. സോറി സാർ. ഇറ്റ്സ് ഓക്കെ, കാര്യമാക്കണ്ട. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വന്ന് കാണാം. ആ ശിലകൾ എവിടെ പോകാനാ? നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്ന് കാണാം. വാ വാ വാ. അതാരായിരിക്കും? വാ ജയ്, വരുന്നു സാർ. അപ്സെറ്റ് ആവണ്ട. കം ഓൺ.